15 കിലോ ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സുഹൃത്ത് മിഥുനാണ്. മിഥുനെ നോക്കിയാലോ, നമ്മൾ കുറച്ച് ചെറിയൊരു ഇടവേള ഇട്ടല്ലേ വീഡിയോക്ക്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആണ്. നമ്മുടെ ശൈലിയിൽ എങ്ങനെ ചെയ്യാന്ന് നമുക്ക് കാണാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് റൈസ് ബോയിൽ ചെയ്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടത് നമ്മൾ ആദ്യം വെള്ളം ചൂടാക്കി എടുക്കാം. അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ കൊടുക്കാം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെറുനാരങ്ങയാണ്. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. റൈസ് ഏതാ യൂസ് ചെയ്യണേ? വൈറ്റ് അല്ലേ? അരി കഴുകി നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. കാരണം ഒറ്റ വേവ് നമുക്ക് വേണ്ടുള്ളൂ, അല്ലെങ്കിൽ കഞ്ഞിയായി പോകും. നമ്മൾ അരി കഴുകി 1 മണിക്കൂറോളം വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അപ്പൊ ഏകദേശം തന്നെ ഏകദേശം നല്ലൊരു ഇതായിരിക്കുന്നു. പിന്നെ നമ്മൾ ഒന്ന് വെന്താൽ മതി. നമുക്ക് റൈസ് ഒട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ കൊടുക്കാം. അത് റൈസ് ഊറ്റി മാറ്റിയിട്ട് കുറച്ചുകൂടി മാറ്റി പാടാം. അതിന്റെ മുകളിൽ ഓയിൽ വെച്ചിട്ട് എന്നിട്ട് കുറച്ച് നമുക്ക് അതിന് മേപ്പിൽ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രൈഡ് റൈസിലുള്ള കൂടുതൽ ചിക്കൻ പരിപാടിയാണ്. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. കോഴിമുട്ട, അപ്പോൾ റൈസിക്കുള്ള മസാല സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കൊടുക്കുന്നത്. ക്യാരറ്റ്, പിന്നെ ഇട്ട് കൊടുക്കുന്നത് ബീൻസ് ആണ്. ബീൻസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. റൈസിൽ നമ്മൾ ഉപ്പ് കൊടുക്കുന്നുണ്ട്. അതിന് ഉപ്പ് കുറവായിരിക്കും, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസാണ് നമ്മൾ കൊടുക്കുന്നത്. ആവശ്യത്തിന് സോസ്, ചില്ലി സോസ് കൊടുക്കണം. സോയ സോസ്, ആവശ്യത്തിന് വേണ്ട വൈറ്റ് പെപ്പറാണ് നമ്മൾ കൊടുക്കുന്നത്. വൈറ്റ് പെപ്പർ കേട്ടോ. കുറച്ച് പഞ്ചസാര കൊടുക്കണം നമ്മൾ കേട്ടോ. നമുക്ക് ഇനി റൈസിലാണ് മതി. ഒരു സ്പ്രിംഗ് ഓണിയനാണ് നമ്മൾ ഇടുന്നത്. സെല്ലറി. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കോഴിമുട്ട ചിക്കിയതും ചിക്കൻ വറുത്തത് നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിടാം. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് എത്ര പേർക്കുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാവും? 100 പേർക്കുള്ള. 100 പേരെ പറഞ്ഞാൽ നമ്മളെ ഭക്ഷണം കൊണ്ടുപോയി 110-120 കഴിക്കാനുള്ള രീതിയിൽ നമ്മൾ കൊടുത്തു വിടാറുണ്ട്. അങ്ങനെയല്ല, തികയാതിരിക്കരുത് എന്നുള്ളൊരു നമുക്ക് അത്യാവശ്യം നല്ല വർക്കും ഇപ്പൊ കയറുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ ചെറിഞ്ച് ഇരിക്കുന്നുണ്ട്. നമ്മളെ കാറ്ററിംഗിന് പേര് വടക്കുന്നാഥ ഈവൻസിനായിരുന്നു. ഇപ്പൊ നമ്മൾ മാറ്റി ഗുഡ് വിൽ ഈവൻസിനാക്കിയത്. കാരണം നമ്മൾ നോൺ ചെയ്യില്ല എന്നുള്ള ചിന്താഗതിയിൽ കുറെ വർക്കുകൾ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു. സദ്യ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതെ അതെ, നമ്മൾ നോണും അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. നോണിന്റെ വർക്കുകൾ ഇപ്പൊ കയറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വടക്കുന്നാഥനിൽ നിന്നും ഗുഡ് വില്ലിലേക്ക് വന്നിരിക്കുന്നു.